and welcome to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പോമാണ് ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ് ബൈ കാരൻ ബോയ്. സോ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻസ് നോക്കണം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പോയത്തെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പോയറ്റിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് പോയം വായിച്ചിട്ട് എൻ്റെ സമ്മറിയും പിന്നീട് തീംസും സിമ്പിൾസ് അനലൈസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ വർക്ക് ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ് ഇറ്റ്സ് റിട്ടൺ ബൈ കാരൻ ബോയ്. 1935 ഇത് എഴുതുന്നത്. ഫോർ ദ ട്രീസ് സേക്ക് എന്നതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇതിൻ്റെ സ്വീഡിഷ് ടൈറ്റിൽ എന്ന് പറയുന്നത് ജാ വിസിറ്റ് ഗോഡ് എറ്റ് ഓണ്ട്, ട്രാൻസ്ലേറ്റഡ് ബൈ ഡേവിഡ് മാക്ഡഫ് ഫ്രം Swedish language to English and later published in Karen Boy's Complete Poems. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പോയറ്റിനെ പറ്റി നോക്കാം. കാരൻ ബോയ്, കാരൻ മാരിൻ ബോയ് എന്നാണ് ഇവരുടെ ഫുൾ നെയിം. സ്വീഡിഷ് പോയിറ്റും നോവലിസ്റ്റും ആണ്. ബെസ്റ്റ് നോൺ ഫോർ ദ ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ നോവൽ കലോക്കെയിൻ. അപ്പം 1940 പബ്ലിഷ് ആവുന്ന കലോക്കെയിൻ ആണ് ഇവരുടെ ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ നോവൽ. കമ്മിങ് ടു ആ മേജർ വർക്ക്സ്, മോൾ, ഗോംഡ ലാൻഡ്, ക്രിസ്, കലോക്കെയിൻ, ആസ്ട്രേറ്റ്, സ്വീഡൻസ് റാഡിക്കൽ സോഷ്യലിസ്റ്റ് ആയിരുന്നു ഇവർ. അത് വർക്കല്ല, അത് അവരുടെ പറ്റി പറഞ്ഞേക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് പോയം വായിച്ചാം. വളരെ ചെറിയൊരു പോയമാണ്. Yes, of course it hurts. Yes, of course it hurts when the buds are breaking. Why else would the springtime falter? Why would all our ardent longing bind itself in frozen, bitter pallor? After all, the bud was covered all the winter. What's the new thing? What new thing is it that bursts and wears? Yes, of course it hurts when buds are breaking. Hurts for that which grows and that which bars. Yes, it is hard when drops are falling, trembling with fear and heavy hanging, cleaving to the twig, swelling, sliding. Weight draws them down, and though they go on clinking. Hard to be uncertain, afraid, and divided. Hard to feel the depths attract and call. Yet sit fast and merely tremble. Hard to want to stay and want to fall. Then, when things are worst, nothing helps. The tree's bud breaks as in rejoicing. Then no fear holds back any longer. Down in glitter go the twigs, drops plunging. Forget that they were frightened by the new. Forget their fear before the flight unfurled. Feel for a second their greatest safety, rest in that trust that creates the world. So next നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ് വെൻ ദ ബഡ്സ് ആർ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രോത്തും ട്രാൻസ്ഫോർമേഷനും നാച്ചുറലി പെയിൻഫുൾ ആണെന്ന് പറയാനാണ്. വൈ എൽസ് വുഡ് ദ സ്പ്രിംഗ് ടൈം ഫോൾട്ടർ? അപ്പോൾ ആ ലൈനും കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? ഈവൻ സ്പ്രിംഗ് ഹെസിറ്റേറ്റ്സ് ബിക്കോസ് ചേഞ്ച് ഇസ് ഡിഫിക്കൾട്ട്. അപ്പോൾ ചേഞ്ച് ഡിഫിക്കൾട്ടാണ്, അതുകൊണ്ട് ഈവൻ സ്പ്രിംഗ് പോലും വരാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. വൈ വുഡ് ഓൾ അവർ ആർഡൻ ലോങ്ങിങ്സ് എന്ന് വെച്ചാൽ ആർഡൻ ലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഡിസയേഴ്സ് ഫോർ ചേഞ്ച് ഓർ ഫുൾഫിൽമെൻറ്റ്. ബൈൻഡ് ഇറ്റ് സെൽഫ് ഇൻ ഫ്രോസൺ ബിറ്റർ പാലർ എന്ന് പറയുമ്പോൾ ബിക്കം ട്രാപ്ഡ് ഓർ റിപ്രസ്ഡ് ഇൻ ഫിയർ ആൻഡ് ഇമോഷണൽ കോൾഡ്നെസ്. അതായത് എന്തുകൊണ്ട് നമ്മുടെ ഡീപ്പായിട്ടുള്ള ഡിസയേഴ്സ് പോലും ട്രാപ്ഡ് ആയി പോകുന്നു അല്ലെങ്കിൽ റിപ്രസ്ഡ് ആയി പോകുന്നു. ആഫ്റ്റർ ഓൾ ദ ബഡ് വാസ് കവേർഡ് ഓൾ വിൻറ്റർ. അപ്പോൾ ഇതെന്ത് കാണിക്കുന്നത്? ബഡ് എന്ന് പറയുന്നത് സിംപ്ലൈസ് ചെയ്യുന്നത് സമ്മൺ ഹൂസ് ക്ലോസ്ഡ് ഓഫ് ഓർ പ്രൊട്ടക്റ്റഡ് ഫോർ എ ലോങ് ടൈം എന്നാണ്. അപ്പം വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ അത് വെച്ചിട്ടാണ് ഈ ഒരു ബഡ് എന്നുള്ളത് വെച്ച് സിംപ്ലൈസ് ചെയ്യുന്നത്. വാട്ട് ന്യൂ തിങ് ഈസ് ഇറ്റ് ദാറ്റ് ബേഴ്സ് ആൻഡ് വിയേഴ്സ്? ഇതെന്താണ്? ഈ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഫോഴ്സ് എന്തുവാണ് ആ ഒരു ചേഞ്ചിന് വേണ്ടി പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെയിൻ കോസ് ചെയ്യുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള ഫോഴ്സ് എന്തുവാണെന്ന് ചോദിക്കുകയാണ്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ് വെൻ ബഡ്സ് ആർ ബ്രേക്കിംഗ്. അതെന്ന് പറയുന്നത് എന്തുവാണ്? ഒരു റീ എഫർമേഷനാണ്. ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോസമിൻ്റെ അല്ലെങ്കിൽ ഒരു ചേഞ്ചിൻ്റെ പാർട്ടാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ടാണെന്നുള്ളത്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ആൻസർ, ഹേർട്സ് ഫോർ ദാറ്റ് വിച്ച് ഗ്രോസ് ആൻഡ് ദാറ്റ് വിച്ച് ബാർസ്. അത് പറയുമ്പോൾ എന്തുവാണ്? ലാസ്റ്റ് ലൈനാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ എന്ന് പറയുമ്പം ആ ഒരു ഗ്രോത്തിനും അതേപോലെ തന്നെ ആ ഓൾഡ് ബൗണ്ടറീസിനും രണ്ടും തന്നെ ഹേർട്ട് ആവുന്നുണ്ട്, രണ്ടും തന്നെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കുന്നു. സോ നെക്സ്റ്റ് പാരഗ്രാഫ് എങ്ങനെ തുടങ്ങുന്നത്? യെസ് ഇറ്റ് ഇസ് ഹാർഡ് വെൻ ഡ്രോപ്സ് ഫോൾ എന്ന് പറയുമ്പം ആ ഒരു ഇമോഷൻസും ചേഞ്ചസും ഒക്കെ സ്പെല്ല് ചെയ്യുന്നതും ബ്രേക്ക് ലൂസ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഹാർഡാണ്. ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ ദേ ഹാങ് ഹെവി. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ലിങ്കർ ചെയ്യുകയാണ് ആങ്സൈറ്റിയും വെയിറ്റും കൊണ്ട്. ആ ഒരു ഫീലിങ്സിനെ പറ്റിയിട്ട് പറയുക. ക്ലാമർ ഓൺ ദ ബ്രാഞ്ച്, സ്വെൽ ആൻഡ് സ്ലൈഡ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡപ്പ് ആവുന്നു, ആ ഒരു റിലീസിന് വേണ്ടി സീക്ക് ചെയ്യുകയാണ്. പക്ഷേ ആ ഒരു ക്ലിങ്കിങ്നെസ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പഴയ ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള ആ ഒരു ഇനർഷ്യ ഇപ്പോഴും ഉണ്ട്. ദ വെയിറ്റ് പുൾസ് ദം ഡൗൺ, ഹൗ ദേ ക്ലിങ്. അപ്പം ഇതെന്തുവാ? ആ ഒരു പ്രഷർ ഫോളോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചേഞ്ചിനുള്ള ഒരു പ്രഷർ ഉണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ഫിയറും അല്ലെങ്കിൽ ആ ഒരു നേരത്തെ അറ്റാച്ച്മെൻറ്റും ആ ഒരു ഇനർഷ്യ കാരണം അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഹാർഡ് ടു ബി അൺസർട്ടൺ, അഫ്രൈഡ് ആൻഡ് ഡിവൈഡഡ്. അതെന്ന് പറയുന്നത് ആ ഒരു വളരെ പെയിൻഫുൾ ആണ് ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു ഡിവൈഡഡ് സ്റ്റേറ്റിൽ ഇപ്പം യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ നിന്നും ഒരു ഡിവൈഡഡ് സ്റ്റേറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നത് വളരെയധികം പെയിൻഫുൾ ആണെന്ന്. യെറ്റ് സിറ്റ് ഫാസ്റ്റ് ആൻഡ് മിയർലി ക്യൂർ എന്ന് പറയുന്നത് എന്തുവാണ്? സ്റ്റക്കായിട്ട് നിൽക്കാനും അതേപോലെ തന്നെ
ഹെസിറ്റൻ്റ് ആവാനും സ്കെയർഡ് ആയിട്ടും ഒക്കെ തന്നെ ഈ ഒരു സ്റ്റേറ്റ് അങ്ങനെയാണ്. ഹാർഡ് ടു ഫീൽ ദ ഡീപ്പ് പുള്ളിങ് ആൻഡ് കോളിങ് ഓർ മൂവ് ഫോർവേഡ് എന്ന് പറയുന്നത് എന്തുവാ, ആ ഒരു സ്ട്രോങ് ഏർജ് ഗ്രോത്തിന് വേണ്ടിയുള്ളതും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പറയുന്നത് യെറ്റ് സിറ്റ് ഫാസ്റ്റ് ആൻഡ് മിയർലി ക്യൂർ. പക്ഷേ ആ ഒരു സ്ട്രോങ് ഏർജ് ഗ്രോത്തിന് മൂവ് ഫോർവേഡ് ചെയ്യാനും ട്രാൻസ്ഫോർമേഷനും ഒക്കെ ആ ഒരു ഏർജ് ഉണ്ടെങ്കിൽ പോലും പിന്നെയും സ്റ്റക്കായിട്ടും ഹെസിറ്റൻ്റ് ആയിട്ടും സ്കെയർഡും ആയിട്ടും ഒക്കെ ഇരുന്ന് പോവുകയാണ്. ഹാർഡ് ടു വോണ്ട് ടു സ്റ്റേ ആൻഡ് വോണ്ട് ടു ഫോൾ എന്ന് പറയുന്നത് എന്തുവാ, അന്നേരം ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ചേഞ്ച് വേണം ബട്ട് ആ ഒരു സ്റ്റാഗ്നേഷനും പ്രിഫർ ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷൻ വേണം പക്ഷെ റെസിസ്റ്റും ചെയ്യുന്നുണ്ട് അതിനെ ഒരേ ടൈം. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ദെൻ വെൻ തിങ്സ് ആർ വേഴ്സ് ആൻഡ് നത്തിങ് ഹെൽപ്സ്, വെൻ ദ ഇന്നർ സ്ട്രഗിൾ പീക്സ് ആൻഡ് ഓൾ ഓപ്ഷൻസ് സീം ഗോൺ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വേഴ്സ്റ്റ് സംഭവിക്കുന്നു, നത്തിങ് ഹെൽപ്സ്, ആ ഒരു മൊമെന്റിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഇന്നർ സ്ട്രഗിൾ പീക്ക് ചെയ്യും, എന്നിട്ട് എല്ലാ ഓപ്ഷൻസും പോയതായിട്ട് തോന്നും. ജസ്റ്റ് ഇനി നമ്മൾ ചേഞ്ചിലൂടെ കടന്നു പോകാൻ പോകുക എന്നുള്ളൊരു ഒരു പോയിന്റിലെത്തും. ദ ട്രീസ് ബഡ്സ് ബേസ്റ്റ് ആസ് ഇഫ് റിജോയ്സിങ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് എന്ത് സംഭവിക്കും, ആ ഒരു ട്രീയുടെ ബഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അണ്ടർഗോ ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു ഇനേർഷ്യ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ഫിയർ, അതെല്ലാം തന്നെ ഒരു സെക്കൻഡത്തേക്ക് ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിൻ്റെ പീക്കിലെത്തുമ്പം, ആ ഒരു ഫിയറിൻ്റെ പീക്കിലെത്തുമ്പോഴത്തേക്കിന് ഇനി നമുക്കൊരു ചോയ്സ് ഇല്ല, ഇനി നമ്മൾ ചേഞ്ച് അണ്ടർഗോ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ചോയ്സ് എത്തുമ്പോഴത്തേക്കിന് ആ ഒരു ഫിയർ ബേസ്റ്റ് ആയി പോവുകയാണ്. എങ്ങനെ, ഒരു റിജോയ്സിങ് ആയിട്ട്. കാരണം അവിടെ ഒരു സഡൻ ട്രാൻസ്ഫോർമേഷൻ വരുന്നു, ആ ഒരു ചേഞ്ചിനെ ജോയ്ഫുള്ളിയും പവർഫുള്ളിയും എംബ്രേസ് ചെയ്യുകയാണ്. ദെൻ വെൻ ഫിയർ നോ ലോങ്ങർ എക്സിസ്റ്റ്, കാരണം ആ ഒരു മൊമെന്റിൽ എന്തുവാ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചേഞ്ച് ഇനി എന്തായാലും ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റിനെ ഫിയർലെസ്ലി എൻഡ്യൂർ ചെയ്യുകയാണ്. ദ ബ്രാഞ്ച് ഡ്രോപ്പ് ടംബിൾ ഇൻ എ ഷിമ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇമോഷണൽ റിലീസാണ്, ബ്യൂട്ടിഫുള്ളി നാച്ചുറലി ഒക്കെ ആയിട്ടുള്ളൊരു ഇമോഷണൽ റിലീസ്. ഫോർഗെറ്റിംഗ് ദാറ്റ് ദേ വെർ അഫ്രേഡ് ഓഫ് ദ ന്യൂ. അപ്പം ഈ ഒരു ആ ഒരു മൊമെന്റിൽ അവരതിനെ എംബ്രേസ് ചെയ്യുമ്പം അവരെന്ത് മറക്കുകയാണ്, നേരത്തെ അവർ ഈ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് അഫ്രേഡ് ആയിരുന്നു എന്ന് മറക്കുകയാണ്. ദ സെൽഫ് ഫോർഗെറ്റ്സ് ദാറ്റ് ഇറ്റ് വാസ് എവർ അഫ്രേഡ് ഓഫ് ചേഞ്ച്. അപ്പം ആ സ്വന്തമായിട്ട് തന്നെ അത് മറന്നു പോവുകയാണ്. ഫീലിംഗ് ഫോർ എ മൊമെന്റ് ദ ഗ്രേറ്റസ്റ്റ് സേഫ്റ്റി. അപ്പോൾ ആ ഒരു മൊമെന്റിൽ അവരൊരു ഗ്രേറ്റസ്റ്റ് സേഫ്റ്റി ഫീൽ ചെയ്യുകയാണ്. എന്തുവാ സേഫ്റ്റി? അതെന്ന് പറയുന്നത് ആ ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു കാംനെസ് ഫീൽ ചെയ്യുകയാണ്. ബിക്കോസ് ദേ ആർ റെസ്റ്റിംഗ് ഇൻ ദ ട്രസ്റ്റ് ദാറ്റ് ക്രിയേറ്റ്സ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ അവർ ആ ട്രസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഗോഡായിട്ട് പോലും പറയാം, ആ ഒരു ഫോഴ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെസ്റ്റിനിയിൽ അവർ ട്രസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ കൂടെ എന്ത് സംഭവിക്കുന്നോ അത് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു ചേഞ്ച് അവിടെ എൻഫോഴ്സ് ആവുന്നത് അത് റിക്വയർഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഇന്നെവിറ്റബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മൊമെന്റിനെ എംബ്രേസ് ചെയ്യുകയാണ്, വളരെ ഫിയർലെസ് ആയിട്ട് ആ ഒരു ലെവലിലോട്ട് മാറുകയാണ്. ആ ഫിയർ ഒക്കെ മാറി ആ ഒരു മൊമെന്റിനെ, കാരണം എംബ്രേസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ ഡിവൈനുള്ള ഒരു ട്രസ്റ്റ് കാരണമാണ്, അല്ലെങ്കിൽ നേച്ചറിലുള്ള ഒരു ട്രസ്റ്റ് കാരണമാണ്. ഇന്നെവിറ്റബിൾ ആണ്, അത് എംബ്രേസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയാണ്. അതാണ് നമ്മൾക്ക് ഈ ഒരു ബഡിൻ്റെ ബേസ്റ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിംബോളിക് ആണ്. മനുഷ്യൻ അല്ലെങ്കിൽ ഓഫ് എനി ചേഞ്ച് ഫോർ ദാറ്റ് മാറ്റർ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് ആണ്. നെക്സ്റ്റ് നമുക്ക് തീംസ് പറയുമ്പോഴത്തേന് പെയിൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഫിയർ ആൻഡ് വൾണറബിലിറ്റി ഡ്യൂറിങ് ചേഞ്ച്, ഡിസയർ വേഴ്സസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ദ ഇമോഷണൽ സൈക്കോളജിക്കൽ കൺസ്ട്രെയിൻസ്. അപ്പം അതുകൊണ്ട് ഇമോഷണൽ സൈക്കോളജിക്കൽ കൺസ്ട്രെയിൻസിൽ നിന്നൊക്കെ ബ്രേക്ക് ഫ്രീ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നേച്ചർ ആസ് മെറ്റഫോർ ഫോർ ഹ്യൂമൻ ഇമോഷൻസ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഹ്യൂമൻ ഇമോഷൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് കൂടെ കാണിക്കാനുള്ള ഒരു ശ്രമം കൂടെയാണ്. കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കറേജ്. അപ്പം ആ ഒരു മൊമെന്റിനെ എംബ്രേസ് ചെയ്താൽ മാത്രമേ ആ ഒരു കറേജ് വരികയുള്ളൂ. ആൻഡ് ആ ഒരു മൊമെന്റിനെ എംബ്രേസ് ചെയ്യണമെങ്കിലും ആ കറേജ് വേണം. ബോത്ത് ആർ സൈമൾട്ടേനിയസ്. An emotional struggle as part of becoming oneself and the tension between safety and self-realization. അപ്പം സേഫ്റ്റിയിൽ എപ്പോഴും ഒരു കംഫർട്ട് സോൺ എന്ന് നമ്മൾ പറയുന്ന കംഫർട്ടിലിരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷനിലോട്ട് എത്താൻ സാധിക്കില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നൗ കമ്മിങ് ടു ദ സിമ്പിൾസ്, ബഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ഹിഡൻ ടാലൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടെയ്ൻമെന്റിനെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നു. ആൻഡ് ബേസ്റ്റിംഗ് ആൻഡ് ബ്ലൂമിങ് ഇസ് എ പെയിൻഫുൾ ബട്ട് നെസസറി ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനൊക്കെ കാണിക്കുന്നു. ഇനി നമുക്ക് സീസൺസിന് ചെറിയൊരു മെൻഷനിങ് ഉണ്ട്. ലൈക്ക് വിന്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് സ്റ്റാഗ്നേഷനെയും റിപ്രഷനെയും അതേപോലെ തന്നെ ഇമോഷണൽ ഡോർമൻസി ഒക്കെ കാണിക്കുമ്പോൾ സ്പ്രിങ് വരുന്നത് എങ്ങനെയാണ്, റിന്യൂവലായിട്ടും അവേക്കനിങ് ആയിട്ടും ട്രാൻസ്ഫോർമേഷൻ ആയിട്ടും ഒക്കെയാണ് ഇവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി ട്രെംബ്ലിങ് നമുക്ക് കാണാം, അത് ആ ഒരു ചേഞ്ചിലോട്ട് വരുന്ന ഒരു മൊമെന്റിൽ ആ ഒരു ഫിയറിൻ്റെ ഒരു ടോപ്പ്
പോയിന്റിലെത്തുമ്പോൾ ട്രെമ്പിൾ ചെയ്യുന്നതായിട്ട് പോലെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ആ ഒരു വൾണറബിലിറ്റീനെയും ഒരു ഇമോഷണൽ അൺസർട്ടനിറ്റിയാണ് ചേഞ്ചിൽ. അപ്പോൾ അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് യു അണ്ടർസ്റ്റുഡ്, like the video. If you have any doubts, do ask me, and also comment which lesson do you want more, and I will make videos of it. Then share it to your friends, and let it be useful to anyone, and subscribe. Thank you.